മുഖ്യമന്ത്രി തമിഴ് മകനെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നടന്ന വോട്ടെടുപ്പിൽ ഈ ഭരണത്തിനെതിരായി 2/3 വോട്ടിന് ഭൂരിപക്ഷം കിട്ടിയതിനാൽ ഈ സർക്കാരിന്റെ കാലാവധി ഇവിടെ തീരുന്നു. കേരളത്തിലെ അവിശ്വാസ പ്രമേയം പാസ്സായതിനു ശേഷം അടുത്ത മാസം 15-ാം തീയതി പൊതു തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചു. ഇതിനുവേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം ഈ മാസം 15-ാം തീയതിക്ക് മുമ്പേ തീർക്കുമെന്നും ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിട്ടുള്ളതാണ്. എന്റെ മോനെ സുഖമാണോ? അച്ഛനെല്ലാം സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ പയ്യനാ. ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ നേതാവ് നമ്പിരാജ് വിജയിക്കട്ടെ. നമ്മുടെ നേതാവ് നമ്പിരാജ് വിജയിക്കട്ടെ. നമ്മുടെ നമ്പിരാജ് നേതാവ് വിജയിക്കട്ടെ. നമ്മുടെ സ്വന്തം നേതാവ് വിജയിക്കട്ടെ. നമ്മുടെ നേതാവ് തമിഴ് മകൻ 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 വിജയിക്കട്ടെ. നമ്മുടെ നേതാവ് സെൽവരാജൻ വിജയിക്കട്ടെ. നമ്മുടെ നേതാവ് സെൽവരാജൻ വിജയിക്കട്ടെ. നമ്മുടെ നേതാവ് സെൽവരാജ് വിജയിക്കട്ടെ. നമ്മുടെ നേതാവ് സെൽവരാജ് കി ജയ്. നമ്മുടെ നേതാവ് സെൽവരാജ് കി ജയ്. നമ്മുടെ നേതാവ് സെൽവരാജ് കി ജയ്. ഇപ്രാവശ്യം പോരാട്ടം കടുത്തായിരിക്കും. അയാൾ ഇവിടെ വന്ന് മത്സരിക്കണമെങ്കിൽ അത് നിങ്ങളെ തോപ്പിക്കാൻ വേണ്ടി തന്നെയാ. അത് വളരെ ശരിയാ. എന്നെ കാണുമ്പോഴെല്ലാം എഴുന്നേറ്റ് നിന്ന് തൊഴുതുകൊണ്ടിരുന്നവർ ഇന്നത്തെ ഇലക്ഷൻ എന്നെ എതിർത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് കഴിവ് കുറഞ്ഞു പോയെന്നർത്ഥം, അല്ലെങ്കിൽ അവനൊക്കെ നമ്മളെ പേടിയില്ലെന്നർത്ഥം. രണ്ടും നമുക്ക് നല്ലതല്ല. അന്നത്തെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ചെയ്യിപ്പിച്ച് 500ഉം 1000ഉം വോട്ടുകൾക്ക് വിജയിപ്പിച്ചാൽ പിന്നെ നമുക്കൊരു വിലയുണ്ടാവില്ല. ഇനി നമുക്ക് തലയുയർത്തി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ എതിരാളികൾ പോലും ഇല്ലാതെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കണം. അതിനുവേണ്ടി ആള്, അമ്പ്, ആയുധം എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചോളൂ. തിരുവനന്തപുരത്ത് മത്സരിക്കേണ്ടിയിരുന്ന ഞാൻ ഇന്ന് എറണാകുളത്ത് വന്ന് മത്സരിക്കാനുണ്ടായിരുന്ന കാരണം ഈ തമിഴ് മകൻ ഒരു മരണമണി അടിക്കാനാണ്. തമിഴ് മകനെ സിംഹത്തിന്റെ മടയിൽ വെച്ച് നേരിടാനാ ഞാൻ ഇവിടെ വന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഞാൻ തമിഴ് മകന് അവസാനമായിട്ടൊരു മുന്നറിയിപ്പ് നൽകുന്നു. ഓടാ പുണ്ണക്കെ തെറ്റായ കണക്കുകൂടലൊന്നും വേണ്ട. നമസ്കാരം. 24ാമത്തെ തെരഞ്ഞെടുപ്പ് നേരിടുന്ന അരുമയായ നേതാവിന് ഈ പൂമാല സമർപ്പിക്കുന്നു. മര്യാദക്ക് എന്റെ കൂടെ വന്നു, ഇല്ലെങ്കിൽ ഈ കത്തി കൊണ്ടൊരൊറ്റ കുത്ത. എന്നെ അടുത്ത സമ്മേളനത്തിലോട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. നിങ്ങൾ എന്നെ പോവാൻ അനുവദിക്കണം. നന്ദി, നമസ്കാരം. വിപ്ലവ നായകൻ സെൽവരാജ് വിജയിക്കട്ടെ. വിപ്ലവ നായകൻ സെൽവരാജ് വിജയിക്കട്ടെ. ഇറങ്ങ്. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നാളെ ആദ്യം തന്നെ എന്താ ചെയ്യുന്നേ? ഇലക്ഷൻ ഞാൻ പെരുമാറിക്കോളാം. ഇനി മുതൽ ഇലക്ഷനിൽ നിൽക്കുവോ? ഇല്ല, റോഡ് സൈഡ് പോലും നിൽക്കത്തില്ല. പോടാ. നിങ്ങൾ പറഞ്ഞ പണം ഞങ്ങൾ തന്നില്ലേ, ഇനി ഇലക്ഷനിൽ നിൽക്കാൻ പാടില്ല. ഇലക്ഷനിൽ നിന്ന് മാത്രമല്ല, ഈ രാഷ്ട്രീയത്തിൽ നിന്നേ ഞാൻ മാറിക്കോളാം. ആൾ ഇന്ത്യ റേഡിയോ പ്രധാന വാർത്തകൾ വായിക്കുന്നത് സീതാരാമൻ. കേരളത്തിൽ എറണാകുളത്ത് മുൻ മുഖ്യമന്ത്രിയായ തമിഴ് മകനെ എതിർത്ത് തോൽപ്പിക്കുന്നതിനു വേണ്ടി മത്സരിക്കാൻ നിന്ന എല്ലാ സ്ഥാനാർത്ഥികളും അദ്ദേഹത്തിനോടുള്ള ബഹുമാനം കൊണ്ട് എല്ലാവരും ഇലക്ഷനിൽ നിന്ന് പിൻവാങ്ങി. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി പോലുമില്ല. അവനെ അങ്ങനെ വിടാൻ പറ്റില്ല. ആരെങ്കിലും ഒരാൾ ഇലക്ഷനിൽ നിന്നേ പറ്റൂ. അവനെ എതിർത്ത് ആരും നിൽക്കുന്നില്ലല്ലോ. ആരെങ്കിലും പിടിച്ച് നിർത്തറ. നിൽക്കുന്നവരൊക്കെ പിന്മാറുക. നമ്മൾ പറഞ്ഞോണ്ട് ആര് നിൽക്കാനാ? ഇവിടെ 1 ലക്ഷം പേരുള്ള ഒരുത്തന് പോലും ധൈര്യമില്ലെന്നാണോ? അത് എന്നോട് ചോദിച്ചിട്ടെന്താ? തമാശ കളിക്കല്ലേ. ആരെങ്കിലും ഒരുത്തൻ ഉണ്ടാവും. മക്കളെ, തമിഴ് മകനെ എതിർത്തിട്ട് ഞാൻ 4 തവണ മത്സരിച്ചിട്ടുണ്ട്. ഈ 4 തെരഞ്ഞെടുപ്പിലും കള്ള വോട്ട് ചെയ്യല്
അധികാരത്തെ ദുഷ്പ്രയോഗം ചെയ്യല് ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ കാണിച്ചാണ് അദ്ദേഹം ജയിച്ചേക്കണത്. അവരുടെ പണത്തെയും അധികാരത്തെയും എതിർക്കാനുള്ള ശക്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്മാറിയത്. അങ്ങനെ പെട്ടെന്ന് അയാളെ ജയിക്കാൻ വിടാൻ പാടില്ല. ആരും എതിർക്കില്ല എന്നുള്ള ധൈര്യം കൊണ്ടല്ല അയാളെങ്ങനെ ചെയ്യുന്നത്. ഇത്തവണ നിങ്ങളൊന്ന് നിന്ന് നോക്ക്. എല്ലാ സപ്പോർട്ടും ഇവിടെ നിന്ന് ഞങ്ങൾ തരാം. നിങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ ജീവൻ വരെ ഞങ്ങൾ തരും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. നിങ്ങൾ ഇത്രയും പറയുന്നത് കൊണ്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കാം. നാളെ രാവിലെ ഗാന്ധി സ്മൃതിയുടെ അടുത്ത് വന്നിട്ട് മഹാത്മാവിനൊരു മാലയിട്ട് നമുക്കെല്ലാവരും ഒന്നിച്ചു പോയിട്ട് പത്രിക സമർപ്പിക്കാം. നമ്മുടെ സ്ഥാനാർത്ഥി തങ്കരാജ് വിജയിക്കട്ടെ. നമ്മുടെ സ്ഥാനാർത്ഥി തങ്കരാജ് നമ്മുടെ നാടിന്റെ വീര പോരാളി കേരളത്തിന്റെ സ്വന്തം ബ്ലേഡ്, കേരളത്തിന്റെ സ്വന്തം പണം. നമ്മുടെ സ്ഥാനാർത്ഥി തങ്കരാജ് തങ്കരാജ് വിജയിക്കട്ടെ. നമ്മുടെ സ്ഥാനാർത്ഥി തങ്കരാജ് വിജയിക്കട്ടെ. നമ്മുടെ സ്ഥാനാർത്ഥി തങ്കരാജ് വിജയിക്കട്ടെ. നമ്മുടെ സ്ഥാനാർത്ഥി തങ്കരാജ് വിജയിക്കട്ടെ. നമ്മുടെ സ്ഥാനാർത്ഥി തങ്കരാജ് വിജയിക്കട്ടെ. മനുഷ്യന്മാരെ എതിർത്ത് നമുക്ക് മത്സരിക്കാം, പക്ഷേ മഹാന്മാരെ എതിർത്തിട്ട് നമ്മൾ മത്സരിക്കില്ല. ഇവരെ പോലുള്ളവരൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ നാട് ഇങ്ങനെയെങ്കിലും മുന്നോട്ട് പോകുന്നത്. ഇദ്ദേഹം ജയിച്ചാലേ നാട് നന്നായിരിക്കും. ജനങ്ങളുടെ നന്മ മനസ്സിൽ വിചാരിച്ച് ഇദ്ദേഹത്തിനെതിരെ മത്സരിക്കാനുള്ള തീരുമാനം ഞാൻ പിൻവലിച്ചിരിക്കുന്നു. ഇനി മുതൽ ഈ നാട്ടിനും പിന്നെ ഈ മണ്ഡലത്തിനും ഒരേ ഒരു നേതാവേ ഉള്ളൂ, നമ്മുടെ സ്വന്തം നേതാവ്. നമ്മുടെ നേതാവ് തമിഴ് മകൻ വിജയിക്കട്ടെ. നമ്മുടെ നേതാവ് തമിഴ് മകൻ വിജയിക്കട്ടെ. ഇതുവരെ നമുക്ക് ഇലക്ഷൻ പോലും നടന്നിട്ടില്ല. അതിനു മുമ്പ് എങ്ങനെ വിജയനായകനാവുക? നോമിനേഷൻ കൊടുക്കണം, ഇലക്ഷൻ വരണം. ഇലക്ഷൻ എന്തിനാ സാറേ? ഇന്നത്തോടുകൂടി നോമിനേഷൻ തീരല്ലേ? ഇതുവരെയ്ക്ക് ആരും നിങ്ങളെ എതിർത്ത് വന്നില്ലല്ലോ. ഇനി ആരെങ്കിലും വന്നാൽ തന്നെ ജയിക്കും തോന്നുന്നുണ്ടോ? നിങ്ങൾ എന്തായാലും ജയിച്ച പോലെയല്ലേ? ഡോക്ടർ തമിഴ് മകൻ സർ, ഓഫീസർ ഫോൺ ചെയ്തിരുന്നു. നോമിനേഷൻ തീരാൻ ഇനി അരമണിക്കൂറേ ഉള്ളൂ. ഡമ്മി ആയിട്ട് നിൽക്കുന്നവരോടൊക്കെ പിൻവലിക്കാൻ പറ. നേതാവ് തമിഴ് മകൻ ജയിച്ചതായിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറയുന്നു. എതിരാളികളിൽ തെരഞ്ഞെടുക്കപ്പെട്ട വിജയനായകൻ. 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 കൺഗ്രാറ്റ്സ്. എതിർപ്പില്ലാതെ ജയിക്കാൻ പോകണല്ലോ. എന്നോട് എതിർക്കാൻ ഒരുത്തിനും ആവില്ല. 1-2 വർഷമല്ല, 35 വർഷത്തെ പാരമ്പര്യമുണ്ട് എനിക്ക്. സന്തോഷമായിട്ട് ഒപ്പിട്. നിങ്ങൾക്ക് വേറെ മന്ത്രിസ്ഥാനം തരാന്ന് പറഞ്ഞില്ലേ? നമ്മുടെ വിപ്ലവ നായകൻ വിജയിക്കട്ടെ. വിജയിക്കട്ടെ. നമ്മുടെ വിപ്ലവ നായകൻ 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 വിജയിക്കട്ടെ. നമ്മുടെ
വിപ്ലവനായകൻ വിജയിക്കട്ടെ. നമ്മുടെ വിപ്ലവനായകൻ വിജയിക്കട്ടെ. മോനെ, ഇത് രാഷ്ട്രീയമാണ്. ഒരുപാട് അനുഭവം വേണ്ട തട്ടകം. നീയൊക്കെ നിക്കറിട്ട് തുടങ്ങുന്ന സമയത്ത് ഞാൻ മന്ത്രി കസേരയിൽ ഇരുന്നവനാ. എന്നെ എതിർത്ത് നിനക്ക് ജയിക്കാൻ തോന്നുന്നുണ്ടോ? തന്നെ മാത്രമല്ല, തന്റെ പാർട്ടിയിലെ ആൾക്കാർ നിൽക്കുന്ന 234 സ്ഥലങ്ങളില്ലേ, അവിടെ മുഴുവൻ ഈ നിമിഷം ഞങ്ങളുടെ ആൾക്കാരുണ്ട്. എല്ലാം തീർത്തു കെട്ടാൻ അറിയാഞ്ഞിട്ടല്ല, എതിർത്ത് വെക്കാൻ ആരും ഇല്ലാഞ്ഞിട്ടല്ലേ ഇത്രയും കാലം അഹങ്കാരം കാണിച്ചത്. ഇനി അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇതുവരെ എന്നെ എതിർത്തിട്ടുള്ള ഒറ്റ ഒരുത്തനും ജയിച്ച ചരിത്രമേ ഇല്ല.